അമൃത് ഭാരത് പദ്ധതി പ്രകാരം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടത്തിന്റെ നവീകരണം ആരംഭിച്ചു. കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിക്കാനാവശ്യമായ കുഴികളെടുക്കുകയും ഇരുമ്പ് കമ്പികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ 1000 ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. മധുര ഡിവിഷന്റെ പരിധിയിലുള്ള കൊല്ലം ചെങ്കോട്ടപ്പാതയിൽ നിലവിൽ അമൃത് ഭാരത് പദ്ധതിയിൽ പരിഗണിക്കപ്പെട്ട ഏക സ്റ്റേഷനാണ് പുനലൂർ. 46.87 ലക്ഷമാണ് അടങ്കൽ തുക. തമിഴ്നാട്ടിലെ തെങ്കാശി, തിരുച്ചെന്തൂർ, അംബാസമുദ്രം തുടങ്ങിയ സ്റ്റേഷനുകൾക്കൊപ്പമാണ് അമൃത് ഭാരതിൽ പുനലൂരിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമൃത് ഭാരതിലേക്ക് പരിഗണിച്ച സംസ്ഥാനത്ത് തന്നെ ഏക സ്റ്റേഷനാണ് പുനലൂർ. സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രക്കാർക്കുള്ള സേവനങ്ങളും മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജ് പാത വന്നിട്ടും ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന സ്റ്റേഷനായ പുനലൂർ അർഹിക്കുന്ന വിധം ഇനിയും വികസിച്ചിട്ടില്ല. പശ്ചിമഘട്ടത്തിന്റെ കവാടമായ ഈ സ്റ്റേഷൻ വഴി ദിവസേന 9ഓളം സർവീസുകളും ഒരു പ്രതിവാര സർവീസുമാണ് കടന്നു പോകുന്നത്. എന്നാൽ സർവീസുകൾക്ക് ആനുപാതികമായ സൗകര്യമോ പ്ലാറ്റ്ഫോമുകളോ ഇവിടെയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. യാത്രക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ പ്രവേശന കവാടം സൗന്ദര്യവൽക്കരിച്ചുകൊണ്ടാണ് അമൃത് ഭാരത് സ്റ്റേഷന്റെ മോടികൂട്ടൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 7 ഘട്ടങ്ങളാണ് അമൃത് ഭാരതിന്റെ പദ്ധതി രേഖയിലുള്ളത്. ഇതിൽ 1ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വിശ്രമമുറി, കഫറ്റേരിയ, ബിസിനസ് യോഗങ്ങൾ നടത്തുവാനുള്ള സൗകര്യം, ആകർഷകമായ സൂചനാ ബോർഡുകൾ, സൗകര്യപ്രദമായ നടപ്പാത, വാഹന പാർക്കിംഗ് സൗകര്യം, മികച്ച പ്രകാശവിന്യാസ സംവിധാനം, പുൽത്തകിടി തുടങ്ങി അതാത് സ്റ്റേഷന്റെ ഘടനയ്ക്കും ആവശ്യത്തിനുമനുസരിച്ചുള്ള സജ്ജീകരണങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും ഒരുക്കുന്നത്. സ്റ്റേഷനിലേക്കുള്ള പാതകൾ വീതി കൂട്ടി സുഗമമായ പ്രവേശനം ഉറപ്പാക്കണമെന്നും അമൃത് ഭാരതിന്റെ പദ്ധതി രേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 2ാം ഘട്ടത്തിൽ പ്രധാന സ്റ്റേഷൻ കെട്ടിടം പൊളിച്ചുമാറ്റി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ പുതിയ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.